വന്നപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ പുതിയ പുതിയ മോഡലുകൾ, അതായത് നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ നമസ്കാരം, ജോബിൻ മാജിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തൃശ്ശൂർ ഇവിടെ പാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു കോഴികളിലെ അല്ലെങ്കിൽ എന്താ പറയുക, ഞാനിവിടെ വന്നപ്പോൾ കോഴികളുടെ കൂടുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇവിടെ കോഴികളുടെ കൂടുകൾ മാത്രമല്ല, അത് ആടിൻ്റെ ഉണ്ട്, കാടയുടെ ഉണ്ട്, അങ്ങനെ നിരവധി കളക്ഷൻ, നിരവധി പ്രൊഡക്ഷൻ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വന്നപ്പോൾ അനുഭവപ്പെട്ടത്, ഇവിടെ ഇവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കോഴിക്കൂട് മേടിച്ചിട്ട് അതെങ്ങനെയാണ് കോഴികളെ വളർത്തേണ്ടത്, അങ്ങനത്തെ വിശദമായിട്ട് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയത്, ഈ ഒരു കോഴി വളർത്തൽ അല്ലെങ്കിൽ കാട വളർത്തൽ അല്ലെങ്കിൽ ആട് അങ്ങനത്തെ ഈ തൃശ്ശൂർ എനിക്ക് തോന്നണ വേറൊരു സംഗതി അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഒരു കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ ഒരു കൂട് ഇത്ര പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ കൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മരക്കൂട് മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സംഗതി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ട് ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് സുനിൽ. ഞാൻ സ്ഥലം വരുന്നത് തൃശ്ശൂർ പാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈവെൽ പൗൾട്രി ആക്സസറീസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സ്ഥാപനം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുകൾ, അതായത് പൗൾട്രി, അതായത് കോഴികൾക്ക് കാടകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കൂടുകൾ, അതുമാത്രമല്ല ആടിന് വേണ്ടിയിട്ടുള്ള കൂടുകൾ, മുയലിന് വേണ്ടിയിട്ടുള്ള കൂടുകൾ, പ്രാവിന് വേണ്ടിയിട്ടുള്ള കൂടുകൾ, കിളിക്ക് വേണ്ടിയിട്ടുള്ള കൂടുകൾ, മുയലിന് വേണ്ടിയിട്ടുള്ള കൂടുകൾ, അങ്ങനെ എന്ന് വേണ്ട എല്ലാ പൗൾട്രി സംബന്ധമായിട്ടും അതുപോലെ ഫാമിംഗ് മേഖലയിലേക്ക് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ചേട്ടാ, ഇപ്പോൾ നമ്മൾ ഈ കൂടിൻ്റെ ഒരു കളറ്, ഇപ്പോൾ ഈ നമ്മൾ കൂടുകൾ ഉണ്ടാക്കുന്ന നിർമ്മിക്കുമ്പോൾ പ്രത്യേകിച്ച് കോഴികൾക്ക് അല്ലെങ്കിൽ ഈ ഇത് പൗൾട്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കളറിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് യുണീക്കായിട്ട് കളറെല്ലാം ഒരു സെറ്റ് ചെയ്യുന്നുണ്ട്. ആ കളറിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? കളറ് മെയിനായിട്ട് നമ്മൾ നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അട്രാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമുക്ക് ഒരു ഫാമിങ് ചെയ്യുന്ന ഒരാൾക്ക്, പെറ്റ്സ് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കളറിനോടും അതുപോലെ അവരുടെ സൗന്ദര്യത്തിനോടും ഭയങ്കര ഒരു ആകർഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ ചെയ്യുന്നത്. അതിപ്പോൾ ഈ കളർ മാത്രമല്ല, നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള പല കളറുകളും നമ്മൾ അതിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, കോഴികൾക്കാണെങ്കിൽ ഒരു കാം ആൻഡ് ക്വൈറ്റ് കളർ എന്നൊക്കെ പറയില്ലേ, അതായത് അവർക്കാണെങ്കിൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാനൊക്കെ ആയിട്ട് ബ്ലൂ, അതുപോലെ ഗ്രീൻ, ഓറഞ്ച് അങ്ങനെയുള്ള കളറുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മുടെ പിറകിലിരിക്കുന്ന ഈ കൂടുണ്ടല്ലോ, ഇതിൽ എത്ര കോഴികൾ നമുക്ക് ഇടാൻ പറ്റും? അതായത് ഞങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈപ്പ് മോഡലുകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വളരെ കുറച്ച് മോഡലുകൾ കാണാൻ പറ്റില്ല, കാരണം ഇതൊക്കെ ഓർഡറുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ ആൾക്കാരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കൂടുകളൊക്കെയാണ് കൂടുതൽ ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അപ്പം നമ്മളിൽ 100-ലധികം മോഡലുകളുണ്ട്. എന്നാൽ പോലും ഈ ഒരു മോഡലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 കോഴീനൊക്കെ ഇടാൻ പറ്റിയ ഒരു കൂടാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് പുതിയൊരു മോഡലാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൽ ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കോഴികൾക്കാണെങ്കിലും നമ്മുടെ കസ്റ്റമർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സേഫ്റ്റിയാണ്. അതായത് നമുക്കൊരു കസ്റ്റമർ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ കോഴികളെ വളരെ സേഫായിട്ട് സംരക്ഷിക്കാനും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ അവർക്ക് കോഴീനെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ വളർത്താനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ ചേട്ടാ, ഇപ്പോൾ ഈ കോഴിക്കൂടിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയും, എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് കോഴി എങ്ങനെയാണ് തീറ്റ കഴിക്കുന്നത്, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയും. അതായത് ഇതിപ്പോൾ നമ്മൾ ഈ കൂടിപ്പോൾ കണ്ടുല്ലോ, ഇതിനിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് 4 പാർട്ടീഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതൊരു ഡോറാണ്, അതൊരു ഡോറാണ്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 2 ഡോർ വരുന്നുണ്ട്. ഓക്കെ. ടോട്ടൽ 4 ഡോർ ഉണ്ട്. 4 കള്ളിയായിട്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് പലതരത്തിലുള്ള പ്രായത്തിലുള്ളതും പലതരത്തിലുള്ള കോഴികളെ നമുക്ക് ഇതിലിടാൻ പറ്റും. ശരി. പിന്നെ അത് മാത്രമല്ല, കോഴികൾ കൂടുതൽ ഇങ്ങനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ പരസ്പരം കൊത്തുകൂടാനും അവർക്ക് വിഷയങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ പ്രൊഡക്ടിവിറ്റി കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ കള്ളി തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ പുതിയൊരു ടൈപ്പിൽ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കവറിങ് ഇതിങ്ങനെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കാനുള്ള സൗകര്യമാണ്. കണ്ട, ഇതിൽ വലിയ ഹോളുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിനെന്താ വെച്ചാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് തീറ്റ തിന്നാനും ഒക്കെ ഉള്ളത്. പിന്നെ ഇത് ഫുഡ് ഗ്രേഡ് ഫീഡറാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ അവർ കൊത്തിക്കളയാൻ പറ്റില്ല അവർക്ക്. അതാണ് ഈ ഒരു തീറ്റയുടെ അത് ഇമ്പോർട്ടൻറ്റ് ഫീഡറുകളാണ്. പിന്നെ ഇവർ മുട്ടയിട്ട് കഴിഞ്ഞാൽ കൊത്തി പൊട്ടിക്കാനൊന്നും സമയം കിട്ടില്ല. അതിങ്ങനെ ഉരുണ്ട് ഇതിൽ വന്ന് കെടുക്കും. അത് മാത്രമല്ല, പുറത്തുനിന്നുള്ള കാക്ക, പൂച്ച അങ്ങനെയുള്ളതൊന്നും മുട്ട എടുത്ത് കൊണ്ടുപോകാണ്ടിരിക്കാൻ സേഫായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കെടുക്കും ചെയ്യും. അതാണ് നമ്മൾ ഫീഡർ. പിന്നെ വെള്ളത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ടാങ്ക് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യും.
ഈ ടാങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കോഴിക്ക് ആവശ്യത്തിനുള്ള ശുദ്ധമായ വെള്ളം നമുക്ക് നിറയ്ക്കാൻ പറ്റും. അത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കും, ശുദ്ധമായിരിക്കും. നമ്മൾ ഒരു പാത്രത്തിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ അതിൽ കയറിയിരുന്ന് കാഷ്ടിക്കും, അതുപോലെ അഴുക്കൊക്കെ ആക്കിയിട്ട് കോഴികൾക്ക് പല അസുഖങ്ങളും വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്കിങ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ തുറന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഉള്ളിൽ നിപ്പിൾ ഡ്രിങ്കറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും ഇങ്ങനെ കൊത്തുമ്പോഴാണ് ഒരു വെള്ളം വരും, കണ്ട ഒരു തുള്ളി തുള്ളിയായിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം വരും. അഴുക്കൊന്നും ആവില്ല വെള്ളത്തിൽ, എത്ര കാലം കഴിഞ്ഞാലും ഇതിൽ അഴുക്കാവില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്, കൊത്തുമ്പോൾ മാത്രമാണ് വരുള്ളൂ. പിന്നെ ഈ കപ്പ് വെച്ചിട്ടുള്ളത് അവർ താഴേക്ക് വരുന്ന വെള്ളം ഇതിന് വേസ്റ്റിൽ വീഴാതെ ഇതിന് കൊത്തി കുടിച്ചോളും. അപ്പോൾ നമുക്ക് വെള്ളത്തിന് ഒരു വേസ്റ്റേജും ഇല്ല, വെള്ളം ആവശ്യമുള്ള വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. നമുക്ക് വേണമെങ്കിൽ വിറ്റാമിൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ കലക്കി കൊടുക്കാം, നേരിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ലോസ് വരുന്നില്ല അതിൽ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, തീറ്റയുടെ വെള്ളത്തിന്റെ ഇത്. പിന്നെ നമ്മളിതിൽ റൂഫിങ് ചെയ്തിട്ടുണ്ട്. റൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇത് നേരിട്ട് ഇതുമ്മ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചൂടധികമായിട്ട് അവർക്ക് പല പ്രശ്നങ്ങളും വരും. അപ്പൊ ഇത്തിരി ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ വരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ചൂട് കാലത്തൊക്കെ ഇതിന്റെ മേലെ വല്ല ചാക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല കംഫർട്ടായിട്ട് അതിലിരിക്കാൻ പറ്റും, തണുപ്പ് കിട്ടും. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ വേണമെങ്കിൽ വേസ്റ്റിന്റെ ഷീറ്റ് അല്ലെങ്കിൽ ട്രേ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്, ആവശ്യക്കാർക്ക് അതിനനുസരിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതിന്റെ അടിയിൽ നമ്മളൊരു മെഷും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ ഈ പട്ടിയൊക്കെ വന്നിട്ട് ഇതിന്റെ കാല് പിടിച്ചു വലിക്കല്, അങ്ങനെ പിടിച്ചു വലിക്കണം ഇവിടെ ഒന്നും പറ്റില്ല. ഇവിടെയൊക്കെ ചെറിയ നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടിയിൽ നിന്ന് നമ്മൾ കാല് പിടിച്ചു വെക്കാണ്ടിരിക്കാൻ ഒരു മെഷ കൂടിയിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും പട്ടികൾ അറ്റാക്ക് ചെയ്യില്ല, അവർക്ക് അവരുടെ കോഴികളെ വളരെയധികം സംരക്ഷിക്കാനായിട്ട് പറ്റും. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ സേഫ്റ്റിയിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മളിപ്പോ ഒരു നേരത്തെ പറഞ്ഞ പോലെ എത്ര എണ്ണം കോഴികൾ നമുക്ക് ഇടാം ഇപ്പൊ ഈ ഒറ്റ കൂട്ടിൽ? ഇതിൽ സാധാരണ നമ്മള് മുട്ടക്കോഴികൾ എന്ന് പറഞ്ഞിട്ട് BV380 അതുപോലെ നാടൻ വർഗത്തിൽ പെടുന്ന കോഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് 32 കോഴി വരെ നമുക്ക് ഇടാൻ പറ്റും. നമ്മളിപ്പോ ഓരോ ബ്രീഡുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഗിരിരാജ, ഗ്രാമശ്രീ അങ്ങനെയൊക്കെ ഭയങ്കര സൈസ് കൂടിയ ക്രോയിലർ അങ്ങനെയുള്ള കോഴികളൊക്കെ ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണം കുറച്ച് ഇടണം. പിന്നെ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പൂവന്മാരും കൂടി ഇടാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ വരുമ്പോൾ എണ്ണം 32 ഒന്നും ഇടാൻ പറ്റില്ല. കുറച്ച് നമുക്ക് എന്താ പറയുക, കുറച്ച് എണ്ണം കുറച്ചിട്ട് ഇടേണ്ടി വരും. പെടക്കോഴികളാണെങ്കിൽ 32 കോഴിനെ സുഖമായിട്ട് നമുക്ക് ഇടാം. ബ്രീഡിംഗ് പർപ്പസിനാണെങ്കിൽ ഒരു പൂവനോ ഒരു 4 പേടേനോ 5 പേടേനോ ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇതിൽ വളർത്താനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ചേട്ടാ, ഇപ്പൊ ധാരാളം ആൾക്കാർ ഈ കോഴി വളർത്തേണ്ട ഒരു സംരംഭത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു കൂട് കൊണ്ടുപോയ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക, ബെനിഫിറ്റ്സ്? നമ്മൾ ആദ്യം തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇവർക്ക്. അതായത് സാധാരണ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണേ എന്നുള്ളതല്ല, അവർക്ക് അത് ഉപയോഗത്തിലേക്ക് വരണം. അപ്പൊ നമ്മുടെ കൂട് കൊണ്ടുപോകുന്നതിനായിട്ട് മുമ്പ് നമ്മൾ അതിന്റെ ട്രെയിനിങ് ഇപ്പൊ നമുക്ക് അറിയാലോ, അതിന്റെ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രെയിനിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോഴിക്ക് വേണ്ട മരുന്നുകൾ എങ്ങനെയാണ് വളർത്തേണ്ടത്, എങ്ങനെയാണ് ചൂട് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിന് മാർക്കറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇതിലിട്ടിട്ട് എങ്ങനെ വളർത്തേണ്ടത് എന്നുള്ളതിന്റെ കാര്യങ്ങളും കൂടി നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ജോലിക്കാരെ സംബന്ധിച്ച് നമുക്ക് ഓട്ടോമാറ്റിക് 2 ദിവസം ഇപ്പോൾ വെള്ളം അതിലുണ്ടാവും. അതായത് വെള്ളം നമ്മിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ തീറ്റയിൽ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള തീറ്റ അവർ കഴിച്ചോളും, വേസ്റ്റ് ആക്കൂല. മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ വന്ന് കിടക്കും, നമുക്കത് നശിപ്പിച്ച് കളയേണ്ട ഒരു പേടിയും വേണ്ട. അപ്പൊ നമുക്ക് വീട്ടില് ജോലി സമയം കളയാണ്ട് തന്നെ നമുക്ക് വീട്ടിലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ചേട്ടാ, ഇപ്പൊ നമ്മളിപ്പോ ഈ കൂട് ചേട്ടൻ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ധാരാളം കസ്റ്റമേഴ്സ് ചേട്ടൻ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ ഈ കാലയളവിൽ. അപ്പോൾ ചേട്ടന് ഏതെങ്കിലും കസ്റ്റമർ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പുതിയൊരു ചേഞ്ചസോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം വല്ല വെല്ലുവിളികൾ അനുഭവപ്പെടുന്ന വല്ലവരും പറഞ്ഞിട്ടുണ്ട്? ഒരുപാട്. അതായത് നമ്മൾ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ചെയ്യാറുണ്ട്. അപ്പൊ ചിലവർക്ക് ഇത്ര കൺജസ്റ്റഡ് ആയിട്ട് കോഴികൾ ഇടാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അവർ പറയുന്ന അളവിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇപ്പൊ ഇവിടെ കാണാൻ നിൽക്കത്, അതായത് മാറ്റങ്ങൾ വരുത്തിയിട്ട് പല തരത്തിൽ നമ്മൾ മോഡലുകൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് ചെറിയ മാറ്റങ്ങൾ, ചിലപ്പോൾ അതിനെ നിപ്പിൾ ഡ്രിങ്കർ മാറ്റി വേറെ വെക്കണം, അല്ലെങ്കിൽ അത് താഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ, ഇപ്പൊ നമ്മളിത് ഒരു മാനുഫാക്ചറിങ് ആണ്, അതിൽ ചെറിയ ന്യൂനതകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങൾ, നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കുകളൊക്കെ നമ്മളത് പരിഹരിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ആക്സസറീസിന് വരുന്ന കംപ്ലൈന്റുകളൊക്കെ നമ്മളപ്പോൾ തന്നെ ചേഞ്ച് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്. ചേട്ടാ, നമ്മളിപ്പോൾ ഓൾറെഡി കോഴിക്കൂടിൻ്റെ കുറച്ച് വിശദമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഈ ചേട്ടയിലുള്ള കൂടുകളൊക്കെ പറ്റിയൊക്കെ ഒന്ന് പറയൂ.
അതായത് ഇപ്പൊ ഇവിടെ ഉള്ള കൂടുകൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കൂടുകളാണ്. ഇതിപ്പോ ഒരു 50 കോഴികളെ വരെ ഇടാൻ പറ്റുന്ന കൂടാണ്. ഇതിപ്പോ ഇതേപോലെ തന്നെ ഫെസിലിറ്റികൾ ഇതുപോലെ വരും. അതിനേക്കാളും കുറച്ചും കൂടി വേറെ മോഡലാണിത്. ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കാം. 2 പാർട്ട്, ഇതിൽ 8 കള്ളി വരും. ഇതൊരു 50 കോഴി വരെ ഇടാൻ പറ്റുന്ന ഒരു കൂടാണ്. ഇങ്ങനെയാണ് ഡോർ വരുന്നത്. ഇതിന്റെ റൂഫിങ് വരും. അതൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ വെള്ളത്തിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണല്ലോ. ഇതാണ് ഒരു മോഡൽ. ഇത് 50 കോഴിയുടെ. പിന്നെ നമുക്ക് കൂടുകൾ എന്ന് പറയാനായിട്ട് ഇതിപ്പോ ഒരു ആട്ടും കൂടാണ്. ആട്ടുംകൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ആടിന് പുല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് വളരെ സൗകര്യമായിട്ട്, പിന്നെ പുറത്തുനിന്ന് പട്ടികളൊന്നും പിടിക്കാതിരിക്കാൻ ഒരു സേഫ്റ്റി, തലയിട്ട് അവർ തിന്നുമ്പോൾ വരാതിരിക്കാനായിട്ട് ഒരു സേഫ്റ്റി ഗാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് വലിയ കൂടാണ്. 6 അടി നീളം, ഉള്ളളവ് 4 അടി വീതി ഉണ്ടാവും. പിന്നെ അടിയിലിട്ടാണത് ഫൈബർ പ്ലാസ്റ്റിക് ഫ്ലോറിങ്. അപ്പൊ എന്താ വെച്ചാൽ ഇവരെ വേസ്റ്റും കാര്യങ്ങളൊക്കെ താഴ്ത്തിക്ക് പോകും. അപ്പൊ ആടുങ്ങൾക്ക് ഇൻഫെക്ഷൻ ഒന്നും വരില്ല. നമ്മൾ പലകിടുമ്പോൾ പറഞ്ഞാൽ നനയുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നനഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ കാലിന് അസുഖങ്ങളും പിന്നെ അവരുടെ സ്കിന്ന് അവർക്ക് എടുക്കുമ്പോൾ അവരുടെ സ്കിന്നിനൊക്കെ അസുഖങ്ങൾ വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ആടിന് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വേണമെങ്കിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റൂഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര ആട് പറ്റും? ഇത് സാധാരണ ആടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ അഴിച്ചു വിടുന്ന ടൈപ്പിലാണെന്ന് വെച്ചാൽ ഒരു 5-6 ആടിനൊക്കെ സുഖമായിട്ട് ഇടാം നമുക്ക്. അല്ലെങ്കിൽ നിർത്തി വളർത്താണെങ്കിൽ ഒരു 4 ആടിനൊക്കെ വളരെ സുഖമായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇപ്പൊ ഇവിടെയുള്ള കൂടുകളൊക്കെ എങ്ങനെ വരുന്നത്? ഇതിപ്പോ ആട്ടും കൂടെ തന്നെ മെറ്റീരിയൽസ് വ്യത്യാസപ്പെടുത്തിയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷ് തന്നെ കുറച്ചുകൂടി കനത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ചിലവർ പറയണതനുസരിച്ച് ചെയ്യണതാ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗേജ് കൂടിയ 6mm നമ്മൾ ഗ്രില്ലൊക്കെ അടിക്കുന്ന ടൈപ്പ് മെഷ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് കംപ്ലീറ്റഡ് അല്ല. പിന്നെ റൂഫിംഗ് വരാണ്ട്, ഫ്ലോറിംഗ് വെക്കാണ്ട് ഇതൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാടയുടെ കൂടുകൾ, ഇതിപ്പോ 50 കാടയുടെ കൂടാണ്. ഇതുപോലെ നമ്മൾ 500 കാട വരെയുള്ള കൂടുകൾ പല മോഡലിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്. കുറെ ഓർഡറുകൾ അനുസരിച്ച്. ഈ ബാക്കിൽ ഒരെണ്ണം കാണുന്നുണ്ട്, അതെന്താ വരുന്നത്? മുയൽ കൂടാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുയലിന്റെ പുറത്ത് വെക്കാൻ പറ്റുന്ന കൂടുകൾ. പിന്നെ കോഴിക്കൂട് തന്നെ ഇതിപ്പോ വേറെ മോഡലില് 10-16 കോഴിയുടെ ഇടുന്ന കൂടാണ്. അതിന്റെ വർക്ക് കംപ്ലീറ്റിംഗ് ആണ്. പിന്നെ ഈ വലുപ്പത്തിലാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഒരു 10 കോഴീനൊക്കെ ഇടുന്ന ടൈപ്പ് അതിപ്പോ ഏകദേശം കഴിഞ്ഞത് ഇപ്പൊ അത് എടുക്കുന്നുണ്ട്. ഈ കൂടല്ലേ? ഇതൊരു 10 കോഴീനൊക്കെ ഇടാൻ പറ്റുന്ന ആൾക്കാർക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഉള്ളതാണ്. അതിൽ നമുക്ക് റൂഫും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന്റെ വില നിലവാരങ്ങളൊക്കെ വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ എല്ലാം പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ അതിന്റെ എന്തെങ്കിലും സംശയങ്ങളോ വിലയുടെ കാര്യങ്ങളോ അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അതിപ്പോ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾക്ക് തുടങ്ങാനായിട്ടുള്ള കാടക്കൂടാണെങ്കിൽ നമുക്ക് 800 രൂപ മുതൽ കാടക്കൂടുകളുണ്ട്. പിന്നെ കോഴിക്കൂടുകളാണെങ്കിൽ നമുക്ക് 12 കോഴിയുടെ 3000 തൊട്ടുള്ള കൂടുകൾ അവൈലബിൾ ആണ്. 12 കോഴിയുടെ കൂടുകൾ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ തുടങ്ങി അവർക്ക് വിജയിക്കുകയാണെങ്കിൽ വലുതാക്കി കൊണ്ടുവരാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാടക്കൂട് തന്നെ വേറെ മോഡലാണ്. അതിങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെറ്റീരിയലാണ് ഈ കാണുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്നത് കാണാമല്ലോ. 50 കോഴികളുടെ കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓർഡറുകളാണ്. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ ഇവിടെ ഈ ചേട്ടന്മാരൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പൊ അതാണല്ലേ? ശരി ശരി ശരി. പിന്നെ ഇപ്പൊ ഈ ഒരു നമ്മളിപ്പോ ഈ കൂടുകൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിലല്ലേ കൂടുതൽ ചെയ്യണേ. അപ്പൊ ഈ എന്താ ഇങ്ങനെ ഒരു ഇതിലേക്ക് കൂടുതൽ വരാൻ ചേട്ടൻ തോന്നാൻ എന്താ ഒരു കാരണം പറയോ? ഇപ്പൊ പണ്ടൊക്കെ ഈ മറ്റേ മരത്തിലാണ് കൂടുതൽ കൂടുകൾ വരിക. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു സാധ്യത അല്ലെങ്കിൽ ഇത് ചേട്ടൻ എങ്ങനെ ഇത് കണ്ടുപിടിച്ചത് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു കാരണം? മേഖലയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഈ പെറ്റ്സിനോട് ഭയങ്കര താല്പര്യമാണ്. പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴിന്ന് മാത്രല്ല മീനുകള്, അതുപോലെ കിളികള്, അതുപോലെ പട്ടികള്, ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ വളർത്തണതാ. കോഴികളായാലും നമ്മൾ വളർത്തുന്നതാ. അപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഫീൽഡാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. ഇങ്ങനെ ഓരോ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കി. പിന്നെ നമ്മുടെ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പ്രൊഫഷനിലേക്ക് തിരിയണ്ടേ. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അത് വിജയിച്ചു. പിന്നെ ആൾക്കാർ അങ്ങനെ ചോദിച്ചു വന്നു തുടങ്ങി. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ പുതിയ പുതിയ മോഡലുകൾ, അതായത് നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പുതിയ പുതിയ ഡിസൈനുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റങ്ങൾ വരുന്നത് അതായത് അഴിച്ചു വിടുന്ന കോഴികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫെസിലിറ്റി, അതായത് നിർത്തി വളർത്തുന്നവർക്ക് ഫെസിലിറ്റി, പിന്നെ കോഴികൾക്ക് മാത്രമല്ല കാടയ്ക്ക് വേറെ, മുയലിന് വേറെ, ആടിന് വേറെ, കിളിക്കൂടുകൾ തന്നെ പല മോഡലുകളിൽ നമ്മൾ ഭംഗി കാണാനൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് അങ്ങനത്തെ ബ്രീഡിങ്ങിന് വേണ്ടി വേറെ സെപ്പറേറ്റ്, പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കണ വരെയുള്ള മോഡൽ വേറെ കൂട്. അതാണ് ഈ കൂട്. അതായത്
ഒരാൾക്ക് അതൊരു ശരിക്കും ഒരു വരുമാനം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ, വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇതിൽ ചൂട് കൊടുക്കാം. അതിപ്പോ ഞാൻ ഇന്നിപ്പോ ഇട്ട് വെച്ചിട്ടില്ല, നമ്മൾ ഇപ്പൊ തിരക്കായത് കൊണ്ട് ചെയ്യണില്ല. ഇതിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കുന്ന ഒരു റൂമാണിത്. അത് കഴിഞ്ഞിട്ട് 2 കഴിയുമ്പോൾ അവർക്ക് ഇതിലേക്ക് മാറ്റിയിടാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2 കഴിയുമ്പോൾ ഇതിലേക്ക് മാറ്റിയിടാം, 2 കഴിയുമ്പോൾ ഇതിലേക്ക് മാറ്റിടാം. അപ്പൊ 2 മാസം വരെ ഇതിൽ വളർത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തത്. ഇതിപ്പോ ഞങ്ങൾ തന്നെ വളർത്തുന്നുണ്ട്, നമ്മൾ വളർത്തി നോക്കിയിട്ടാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. മുട്ട ഇങ്ങനെ വന്ന് എടുക്കും. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി, ഒരു കാട് പോലത്തെ സ്ഥലമാണ്. നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കോഴികൾ ഇപ്പൊ എല്ലാവരും ബുദ്ധിമുട്ടാണ്. ഈ പട്ടി, പൂച്ച, പാമ്പ്, കീരി, മരപ്പട്ടി എല്ലാം വന്ന് അറ്റാക്ക് ചെയ്തില്ല. ആൾക്കാർ ഇത് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും പിന്നെ അതുപോലെ അയൽക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതായത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ വളർത്തുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, തിരക്കായപ്പോ ഞാൻ കുറച്ച് ഫാമിങ് കുറച്ച് വെച്ചേക്കാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഈ ഇങ്ങനെ ഫെൻസിങ് കെട്ടിയിട്ട് ഇതിനുള്ള കോഴികളെ ഇതിൽ അഴിച്ചു വിടാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളില് 6 ചേമ്പർ ഉണ്ട്. അതിൽ ഈ കോഴികൾ ഈ കോണി വഴി കയറിയിട്ട് അതിൽ കയറി അടിയിരിക്കും, മുട്ടയിടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. വൈകിട്ടാകുമ്പോൾ എല്ലാവരും ഇതിൽ കയറി മുളയും. അങ്ങനത്തെ കോഴികളിങ്ങനെ ഉല്ലസിച്ച് നടക്കും. പക്ഷെ ഇപ്പോ കുറച്ച് തിരക്കായ കാരണം ഞാൻ അത് നിർത്തി വെച്ചേക്കുക. ഇതിലൊക്കെ പിന്നെ ഫാൻസി ടൈപ്പ് കോഴികൾ, അതൊക്കെ ഓരോ ഫാൻസി ടൈപ്പ്. നമുക്ക് ഇതിനും പറഞ്ഞില്ല, ഇതിനോടുള്ള ഒരു ക്രേസ് കാരണം ഫാൻസി കോഴികളുണ്ട്. ഇതൊക്കെ വേറെ മോഡല് കൂടുകൾ. പിന്നെ അതിലും ഉണ്ട് ഇതുപോലെ കുറച്ച് കോഴികൾ. ഞാൻ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ നമ്മളിപ്പോ ഈ ലോക്ക്ഡൌൺ വന്നപ്പോഴേ നമ്മൾ പണിക്കാരുടെ ഒരു ഷോർട്ടേജ് വന്നപ്പോൾ മാറ്റിയതാണ്. എല്ലാ കോഴികളും കൂട്ടിലിട്ട് വളർത്തുകയും ചെയ്യാം, അഴിച്ചും വിട്ട് വളർത്താം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോഴികൾ നമ്മൾ അവരുടെ സാഹചര്യത്തിൽ വളർത്താൻ സ്ഥലമുള്ളവർക്കാണെങ്കിൽ കുറച്ച് നേരം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. നേരെ മറിച്ച് എന്താ പറയുക, ഫുൾ ടൈം കൂട്ടിലിട്ട് വളർത്തുന്നവർക്കും അങ്ങനെ ചെയ്യാം. അപ്പൊ അതിനുള്ള ഫെസിലിറ്റി നമ്മൾ അതിൽ ഉണ്ടാക്കി കൊടുക്കണം. കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതായത് അവർക്ക് ആവശ്യമുള്ള ഫുഡ് കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയാന്നുള്ള പരിഗണന മാറ്റി നിർത്തിയിട്ട് ഒരു ജീവി എന്നുള്ള രീതിയിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ കോഴികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവർ ഹാപ്പിയാണോ അല്ലേ എന്നുള്ളതൊക്കെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാ ജീവികളും അതെ, ഇപ്പോൾ കോഴിയല്ല, കിളി ആയിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, നമുക്കറിയാലോ അവരുടെ ഒരു മൂഡ് അറിയാലോ. ഫുൾ ടൈം കൂട്ടിൽ കിടക്കുന്നവർക്ക് ചെറിയൊരു സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് അവർക്ക് എന്താ പറയുക, മെയിലിനും കൂടി നമ്മൾ ഇടാറുണ്ട്, പങ്കാളികൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നേരം പോക്കാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഫുഡാണെങ്കിലും എല്ലാ തരത്തിലുള്ള ഫുഡ്, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡുകൾ, പുഴുക്കൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അതുപോലെ പുല്ലരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സ്ട്രെസ് റിലീസിങ്ങും ഉണ്ടാവും, അവർ നന്നായിട്ട് മുട്ടയിടുകയും ചെയ്യും. ആവശ്യത്തിന് സ്ഥലം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് അവസാനം ഒരു ചെറിയ സംശയം, ഇപ്പോൾ ചേട്ടനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ചേട്ടനെ ഇത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും? അത് നമ്മളതിൻ്റെ ട്രെയിനിങ് ശരിക്കും നമ്മുടെ ഇതിൽ ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചേട്ടനെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ വിളിച്ചാൽ അതിലുണ്ട്, എല്ലാം കിട്ടൂല്ലേ? നമ്മുടെ ഇതിൽ വഴി നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ കണ്ടിട്ട് അവർക്ക് അതിൻ്റെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബന്ധപ്പെടാം. പിന്നെ കാലത്ത് 10 മണി മുതൽ 6 മണി വരെ നമുക്ക് ഫോൺ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ടാലും നമുക്ക് അതിനുള്ള സംശയങ്ങൾക്കുള്ള മറുപടികളും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് അറിയാവുന്നത്. നമ്മൾ വലിയ ഡോക്ടർ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഈ ഒരു ഫ്ലൈവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോൾട്രി ആക്സറീസിന്റെ കാഴ്ചകളൊക്കെ എല്ലാം കണ്ടു. പിന്നെ അതിന്റെ ഓണറിനെ നമ്മൾ ആളെല്ലാം വിശദമായിട്ട് ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഒരു കൂട് നിർമ്മിക്കുന്നതിനെ പറ്റി ഇത്രയും വിശദമായിട്ട് പറഞ്ഞു കേട്ടിട്ട് ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക, അത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെറിയ മൈന്യൂട്ടാണെങ്കിലും ആൾ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ ഈ ഒരു കൂട്, ഒരു കോഴി വളർത്തലോ അല്ലെങ്കിൽ ആട് വളർത്തലോ അല്ലെങ്കിൽ കാട വളർത്തലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.